കാണാൻ പോകുന്നത് പ്യുവർ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇത് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റില്ല, ഡ്രൈ വാഷ് ചെയ്ത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ വളരെ മിനിമം ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 472 രൂപ, 472 റുപ്പീസ് ഒരു മീറ്ററിന്. 44 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നല്ലൊരു ഡിസൈൻ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം കാണുന്നത് ഒരു ഗ്രീൻ കളറിലേക്ക് പോകുന്നു. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കേട്ടോ. ഗ്രീനിന്റെ 2 ടോൺ ആണ്. കണ്ടോ, കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് നന്നായിട്ട് പ്യുവർ മൊഡാൽ ആകുമ്പോൾ ബോഡി ഹഗിങ് ആയി കിടക്കുന്ന ഫാബ്രിക് ആണല്ലോ, ആ ഒരു സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇനി കാണുന്നത് വേറൊരു പ്രിന്റ് ആണ്. ഇതൊരു ഓറഞ്ച് കളറിലേക്ക് വരുന്നു. നല്ലൊരു കളറാണ് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ. ഇതിനകത്ത് വരുന്ന ആ ഒരു സർക്കിൾ ഡിസൈൻ ആണെങ്കിൽ തന്നെയും അതിനകത്തും ഒരു ഡിസൈൻ, ഒരു പ്രിന്റും കൂടെ പോകുന്നുണ്ട്. കണ്ടോ, നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന സ്റ്റൈലിലുള്ള ഒരു കളറാണ്. നല്ല പ്രിന്റുകളാണ് കേട്ടോ. നെക്സ്റ്റ് കാണുന്നത് ജിയോമെട്രിക്കൽ ഡിസൈൻ. എല്ലാം ജിയോമെട്രിക്കൽ ഡിസൈൻ ആണ്. ആദ്യം കണ്ടത് നമ്മൾ സർക്കിൾ ആണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേണിലേക്ക് പോകുന്നു. ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കളറാണ്. കണ്ടോ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി കാണാൻ പോകുന്നതും റൗണ്ട് ഷേപ്പ് തന്നെയാണ്, അതായത് ജിയോമെട്രിക്കൽ പ്രിന്റ് തന്നെയാണ്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോയുടെ ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലേക്ക് അത് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി കാണുന്നത് ഒരു ഇൻഡിഗോ കളറിലേക്ക് ലൈനും സ്ക്വയറും സർക്കിളും എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇത് ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നതും സ്ക്വയറും റൗണ്ടും അതുപോലെ തന്നെ ഓവൽ ആ ഒരു ഷേപ്പിലേക്കുള്ള പ്രിന്റുകളാണ് പോകുന്നത്. ഇൻഡിഗോ ഷെയ്ഡ് തന്നെയാണ്. പ്യുവർ മൊഡാലിലുള്ള ഈ ഫാബ്രിക്കിന്റെ പ്രൈസ് 472 റുപ്പീസ് ആണ്. പർച്ചേസ് ചെയ്യാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അങ്കമാലിയിലുള്ള പുത്രൻ വിസിറ്റ് ചെയ്യുക.